സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സമയത്തും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുമ്പോഴും ഊർജ്ജം മുഴുവൻ പരസ്പരം പോരടിച്ച് തീർക്കുന്ന കണ്ണൂർ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ചിത്രം കോൺഗ്രസ് പ്രസ്ഥാനത്തിനാകെ തലവേദന സൃഷ്ടിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തക കൺവെൻഷൻ അലങ്കോലപ്പെടുത്തിയ ഗ്രൂപ്പ് പോരിന്റെയും പോസ്റ്റർ യുദ്ധത്തിന്റെയും വാർത്തകളാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് പുറത്തുവരുന്നത്. സംസ്ഥാന നേതൃത്വം അറിയാതെ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകളാണ് ഈ പുതിയ രാഷ്ട്രീയ പുകിലിന് തിരികൊളുത്തിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് കണ്ണൂർ DCC ഓഫീസിൽ യൂത്ത് കോൺഗ്രസിന്റെ സുപ്രധാനമായ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ ചുമതലപ്പെടുത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷിനെയാണ്. കൺവെൻഷന് മുന്നോടിയായി ജില്ലാ കമ്മിറ്റി ഔദ്യോഗികമായി പുറത്തിറക്കിയ പോസ്റ്ററിൽ സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷിന്റെയും ജില്ലാ അധ്യക്ഷൻ വിജിൽ മോഹന്റെയും ചിത്രങ്ങളായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഔദ്യോഗിക പോസ്റ്റർ പുറത്തിറങ്ങിയ നിമിഷങ്ങൾക്കകം DCC ഓഫീസിന് മുന്നിൽ മറ്റ് 2 പോസ്റ്ററുകൾ കൂടി പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ടു. പുതിയ പോസ്റ്ററുകളിൽ OJ ജനീഷിന്റെ ചിത്രത്തോടൊപ്പം യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയലിന്റെ ചിത്രം കൂടി ഉൾപ്പെടുത്തി. ജില്ലാ കമ്മിറ്റി അറിയാതെ വർക്കിംഗ് പ്രസിഡന്റിനെ ഉയർത്തിക്കാട്ടാൻ വേണ്ടി മാത്രം ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ പ്രസിദ്ധീകരിച്ചുവെന്ന ആരോപണം നേതൃത്വത്തിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട്. പോസ്റ്ററുകൾ സ്ഥാപിച്ചതിന് പിന്നിൽ കോൺഗ്രസിലെ ശക്തമായ ഗ്രൂപ്പുകളിൽ ഒന്നായ KC വേണുഗോപാൽ വിഭാഗമാണ് എന്നാണ് കണ്ണൂരിലെ രാഷ്ട്രീയ വൃത്തങ്ങളടക്കം പറയുന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കെ ഗ്രൂപ്പ് നേതൃത്വത്തിന്റെ താൽപര്യങ്ങൾ സ്ഥാപിച്ചെടുക്കാനുള്ള ആദ്യത്തെ വെടിപൊട്ടിക്കൽ ആണിതെന്ന് വിലയിരുത്തപ്പെടുന്നു. സുപ്രധാന തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന ഈ സമയത്ത് കോൺഗ്രസിൽ പടലപ്പിണക്കങ്ങളും അഭിപ്രായ ഭിന്നതകളും രൂക്ഷമാവുകയാണ് എന്നാണ് ഈ സംഭവം അടിവരയിടുന്നത്. തമ്മിലടിച്ച് ഊർജ്ജം പാഴാക്കുന്ന ഈ നടപടി യൂത്ത് കോൺഗ്രസിന് മാത്രമല്ല മൊത്തം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്.